വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ്. അപ്പം ഞാനിന്നൊരു കഥയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളും സ്ഥലവും എല്ലാം സാങ്കല്പികമാണ്. അപ്പം ഇത് നടക്കുന്നത് ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. അപ്പം അവിടെ ഗ്രാമത്തിൽ തന്നെ ഒരു പാവപ്പെട്ട ആക്രി പിറക്കി ജീവിക്കുന്ന ഒരു ഗോപാലനും ഭാര്യയും ഉണ്ടായിരുന്നു. ഗോപാലൻ എന്ന പേര് പുള്ളിയുടെ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓരോ സ്ഥലങ്ങളിൽ പോയി പ്ലാസ്റ്റിക് അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ഒരു ദിവസം ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ പോയി ഒരു സ്ഥലത്ത് വലിയൊരു വീടാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ കുറേ ആൾക്കൂട്ടം. അങ്ങനെ പോയി നോക്കുമ്പോഴത്തേക്ക് ഒരു മരണമാണ്. അപ്പോൾ അവിടുത്തെ ഗൃഹനാഥൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചിരിക്കുന്നു. അപ്പോൾ അതാണ് ആൾക്കൂട്ടം. അതെന്താണെന്ന് എല്ലാവരും തിരക്കിയപ്പോഴത്തേക്ക് നാട്ടിൽ തന്നെ ഒരു കൊച്ചിനെ നമ്മൾ ദത്തെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് 7 ദിവസം കൊണ്ട് തന്നെ അവർക്ക് പണക്കാരാവും എന്നുള്ള രീതിയിൽ അവരും ദത്തെടുത്തു. അത് സാത്താൻ്റെ കൊച്ചെന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആ വീട്ടിലുള്ള ആൾക്കാർ ഗൃഹനാഥനും ആ കൊച്ചിനെ ദത്തെടുത്തു എല്ലാം അവർക്ക് നല്ല 7 ദിവസം കൊണ്ട് തന്നെ ഒത്തിരി സമ്പത്തും കാര്യങ്ങളൊക്കെ വന്നു. അവർ കാണുന്ന വീടും എല്ലാം അവർക്ക് കിട്ടി. ഒരു അത്ഭുതം പോലെ അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അതിൽ ഈ കൊച്ചിനെ ദത്തെടുക്കുന്ന മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒന്നിൽ 7-ാം ദിവസം കൊച്ച് മരിച്ചില്ലെങ്കിൽ ആരാണോ ദത്തെടുക്കുന്ന അവരും മരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മരിച്ചിരിക്കും. അതാണ് അവിടെ പ്രചരിക്കുന്ന കഥ. അപ്പം അങ്ങനെ ഈ ബാലനെ ദത്തെടുത്തു. അങ്ങനെ 7-ാം ദിവസം അവിടെ ആക്സിഡൻറ്റിൽ ആഗ്രഹനാഥൻ മരിച്ചു. അപ്പം ഇവർക്കൊരാഗ്രഹം, ഈ ആക്രി പിറക്കുന്ന ഗോപാലനും ഭാര്യയ്ക്കും നമുക്കും അങ്ങനെ 7 ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും പണക്കാരാവാം, എൻ്റെ കൊച്ചിനെ കൊല്ലാമെന്നുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഇവരെന്ത് ചെയ്തു, കുറച്ച് ദിവസം കഴിഞ്ഞ് കൊച്ചിനെ ദത്തെടുത്തു. അങ്ങനെ ദത്തെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം എന്നിട്ട് ഗോപാലൻ്റെ ഭാര്യ ആക്രി പിറക്കാനാണ് പോകുന്നത്. അവരൊരു ദിവസം വീട്ടിൽ വെച്ച് കൊച്ചിനൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ അവരുടെ തന്നെ ഒരു കൊച്ചുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് അസുഖം വന്ന് മരണപ്പെട്ടു. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചിനെ പോലെ തന്നെയാണ് അതും കാണാനല്ല ആൺകുട്ടിയാണ്. അങ്ങനെ അവരങ്ങനെ വീട്ടിൽ ആദ്യത്തെ ദിവസമാണ് വന്ന് കൊച്ചിന് കൊടുക്കാൻ വേണ്ടി ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ കൊച്ചിനെ എന്തായാലും അവിടെ ഇരുത്തിയിട്ട് എന്തെങ്കിലും വെളിയിൽ പോയി ജോലിക്ക് പോകാമെന്നുള്ള രീതിയിൽ പായെടുത്ത് മാറ്റി വിരിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് പായയുടെ അടിയിൽ നിന്ന് അവർക്ക് കുറച്ച് കോയിൻ കിട്ടി, സ്വർണ്ണ കോയിന്. അങ്ങനെ അവർ ഹാപ്പിയായി. കൊണ്ടുവന്ന ആദ്യ ദിവസം തന്നെ അവർക്ക് സ്വർണ്ണ കോയിന് കിട്ടി. അങ്ങനെ അത് കൊണ്ടുപോയി അവർ വിറ്റ് നല്ല ഫുഡും ചിക്കനും എല്ലാം വെച്ച് വാങ്ങിയിട്ട് വന്ന് എല്ലാം കറി വെച്ച് കൊടുത്തു. അങ്ങനെ അപ്പം കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചു, നീ എല്ലാം കഴിക്കുമോ എന്നൊക്കെ ചോദിച്ചു എൻ്റെ ഭാര്യ. അപ്പം പറഞ്ഞ് എല്ലാം കഴിക്കും, എനിക്ക് ഈ കപ്പലണ്ടി പോലുള്ള സാധനങ്ങൾ ചിക്കനിലിട്ടില്ലെങ്കിൽ ഞാൻ കഴിക്കും, അതെനിക്ക് ശരീരം ചൊറിയും, അലർജിയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശരി, ഞാൻ നല്ല രീതിയിൽ ചിക്കൻ വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് എല്ലാം വെച്ച് കൊടുത്തു. അപ്പം ഈ പുള്ളിക്കാരിക്ക് കൊച്ചിനെ കിട്ടിയ ഉടൻ മകൻ്റെ ഒരു ഓർമ്മ വന്നു. അപ്പം മകൻ്റെ ഒരു സ്നേഹം തന്നെ കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഈ സ്നേഹം കൊടുക്കുന്നത് കണ്ടിട്ട് ഗോപാലൻ ഭാര്യയുടെ അടുത്ത് ചോദിച്ചു, നീ എന്താണ് നിൻ്റെ അടുത്ത് കൂടുതൽ, നീ അവനെ ലാളിക്കുകയൊന്നും വേണ്ട, എന്തായാലും കൂടുതൽ ലാളന കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 7-ാം ദിവസം അവൻ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഞാൻ രക്ഷപ്പെടത്തുള്ളൂ എന്നുള്ള രീതിയിൽ അല്ല. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത്, എന്തായാലും ഒരു നാടകം പോലെയെങ്കിലും അവന് സ്നേഹം കൊടുക്കുന്നതായിട്ട് അഭിനയിക്കുക, എങ്കിലല്ലേ നമുക്കെല്ലാം കിട്ടത്തുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്. പുള്ളിക്കാരൻ ഒരു കുടുക്ക ഇങ്ങനെ കുലുക്കി നോക്കി, അവിടെ ഇരുന്നത് വെറുതെ എന്തോ ആവശ്യത്തിന് നോക്കിയപ്പോൾ അതിലെന്തോ കുലുങ്ങുന്നുണ്ട്. നോക്കിയപ്പോൾ ഒരു ചെയിന് കിട്ടി. അങ്ങനെ അത് കൊണ്ടുപോയി വീണ്ടും വിറ്റിട്ട് പൈസ കിട്ടി കുറേ. അപ്പോൾ അങ്ങനെ ഇവരെ വെളിയിൽ കൊണ്ടുപോയി ഇവർക്ക് വേണ്ട ആഹാരം കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. എൻ്റെ ഒരു ദിവസം ഇങ്ങനെ വെളിയിൽ കൊണ്ടുപോയി കൊച്ചിനെ കൊണ്ടൊരു
ചെറിയ ഷെഡിലിരുത്തിയിട്ട് ഈ അമ്മ നേരെ ആക്രി പറക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുമോ മോനെ എന്ന് പറഞ്ഞിട്ട് ഇരുത്തിയിട്ട് പോയപ്പോഴാണ് ഒരു വലിയൊരു ലോറി ഇങ്ങനെ ബാക്ക് തിരിഞ്ഞ് വരുന്നതായിട്ട് അവർക്ക് പെട്ടെന്ന് തോന്നി. എന്നിട്ട് ആ ലോറി വരുന്ന സ്ഥലത്ത് അവരുടെ മകൻ നിൽക്കുന്ന രൂപത്തിലും ഒരു മകനാണ് നിൽക്കുന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ തോന്നി. എന്തോ ഒരു സ്വപ്നം പോലെ. നോക്കിയപ്പോൾ ആ വണ്ടി വന്ന് അവൻ്റെ മേളിൽ ഇടിക്കുന്നു. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് മകനെ എന്ന് വിളിച്ച് ഇങ്ങനെ അലറി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ആ ഷെഡിൽ നിന്ന് മറ്റേ ഒരു ദത്തെടുത്ത കൊച്ച് ഇറങ്ങി വരുന്നു. ആ ലോറി വീണ്ടും ബാക്കിലോട്ട് വരുന്നതായിട്ട് തോന്നി. അങ്ങനെ അവർ പോയി കൊച്ചിനെ എടുത്ത് ഓടി. അങ്ങനെ നേരെ വീട്ടിൽ പോയി ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ഈ ഗോപാലന് ഭയങ്കര ടെൻഷനായി. 2-3 ദിവസമായി വേറെ ഒന്നും കിട്ടിയുമില്ല. നല്ലൊരു വീടോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ്. കൊച്ചിനെ കുതിരെ തല്ലി എന്തോ ദേഷ്യം പറഞ്ഞപ്പോൾ അത് പക്ഷെ ഭാര്യ അത് തടഞ്ഞു. നിങ്ങളവനെ ഒന്നും ചെയ്യരുത്, അവനെന്ത് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ കുതിരെ തല്ലി. അങ്ങനെ ഇരിക്കെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോഴാണ് കൊച്ചിനെ കാണാനില്ല. അങ്ങനെ വെളിയിൽ പോയി നോക്കിയപ്പോൾ അവിടെ നിന്ന് മണ്ണിങ്ങനെ ഇടിഞ്ഞ് വീഴുന്നതായിട്ട് കാറ്റും മഴയൊക്കെ വന്നു. അങ്ങനെ ചുവരെല്ലാം ഇടിഞ്ഞ് വീണു. അപ്പം കൊച്ചവിടെ നിൽക്കുകയാണ്. കൊച്ചിനെ ഓടിപ്പോയി എടുത്തു. അപ്പം കൊച്ചിനെ കൂടെ രക്ഷിക്കണമല്ലോ. കൊച്ച് വെളിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഇവരൊരു അമ്മയാണെന്നല്ലോ. നേരത്തെ ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല കൊച്ചിനെന്തെങ്കിലും പറ്റുമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങേരെ കൂടെ വിളിച്ചിട്ട് ഗോപാലനെ കൂടെ ഭർത്താവിനെ കൂടെ വിളിച്ച് അങ്ങനെ രക്ഷിച്ചു കൊച്ചിനെ. എന്നിട്ട് അന്നത്തെ ദിവസം ഉറങ്ങി എണീറ്റപ്പോൾ പിറ്റേ ദിവസം ഒരു വീട് കിട്ടി. നോക്കിയപ്പോൾ എണീക്കുന്നത് പുതിയൊരു വീട്ടിലെന്നാണ്. എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു വീട്. ആ വീട്ടിൽ നിന്ന് അപ്പം പുള്ളി ചോദിച്ചെന്നാണ് എനിക്കൊരു വീടില്ല, നല്ലൊരു വീട് വേണം എന്നുള്ള രീതിയിൽ. ആ വീട്ടിൽ രാവിലെ എണീറ്റ് നോക്കിയപ്പം നല്ലൊരു വീടുണ്ട്. പക്ഷേ കഴിക്കാൻ ഫുഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ അവിടെ ഇരുന്ന പാത്രങ്ങളൊക്കെ കൊണ്ട് വിറ്റിട്ട് കുറേ പാത്രങ്ങൾ സൗകര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം വിറ്റ് വേണം പുള്ളി സാധനങ്ങളെല്ലാം വാങ്ങി വന്നു. ഫുഡും കാര്യങ്ങൾ അങ്ങനെയല്ല ഫുഡെല്ലാം കഴിച്ചു. അപ്പോഴത്തേക്ക് 7-ാം ദിവസം എത്തി. 7-ാം ദിവസം നോക്കിയപ്പോൾ 7 ദിവസമാണ് പറഞ്ഞേക്കുന്നത്. ഒന്നിൽ കൊച്ച് ഇല്ലെങ്കിൽ ആരാണ് ദത്തെടുക്കുന്നത് അവർ മരിക്കുമെന്നാണ്. അപ്പം പുള്ളിക്ക് എങ്ങനെയെങ്കിലും കൊച്ചിനെ അപായപ്പെടുത്തണം. അപ്പം തലേ ദിവസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഈ കൊച്ചിനെ ഇതുവഴി വഴക്കായി, ഭാര്യയും ഭർത്താവും. അങ്ങനെ കൊച്ചും ഈ അമ്മയും കൂടെ വേറെ റൂമിലാണ് കിടന്നത്. അങ്ങനെ കാലത്ത് തന്നെ പതുക്കെ റൂം തുറന്ന് 7-ാം ദിവസം രാവിലെ കൊച്ചിനെ എടുത്ത് വെളിയിൽ നല്ല മഴയും ഇതൊക്കെയാണ്, ഇടിയും എല്ലാമാണ്. കൊച്ചിനെ എടുത്ത് വേറൊരു വെളിയിൽ ബാൽക്കണി കൊണ്ട് കെട്ടിയിട്ടിട്ട് ഈ റൂം പൂട്ടിയിട്ടു അവരെ. അപ്പോൾ അവർ എണീറ്റ് നോക്കിയപ്പോൾ കൊച്ചിനെ കാണാനില്ല. ഈ പുള്ളിക്കാരനെ ഗോപാലൻ എന്തെന്ന് പറഞ്ഞാൽ വെളിയിൽ പോയി വലിയൊരു കുഴിയെടുത്തു. എങ്ങനെയെങ്കിലും കൊച്ചിനെ കൊന്നു കളയണം, ഇല്ലെങ്കിൽ പുള്ളി ഗോപാലൻ മരിക്കും എന്ന് വെച്ചാൽ അവർ മരിക്കും എങ്ങനെയെങ്കിലും ഈ ദത്തെടുത്തിട്ട്. അപ്പം അങ്ങനെ തലേ ദിവസം തന്നെ പുള്ളി വെളിയിലിറങ്ങുന്ന ടൈമിൽ ഈ മുകളിൽ നിന്ന് 2 ചാക്ക് കോയിന് ചാക്ക് സ്വർണ്ണ കോയിന് ഉള്ള 2 ചാക്ക് പുള്ളിക്കാരന് കിട്ടി. അപ്പോൾ അതും കൂടെ കിട്ടിയ ഉടനെ 6-ാം ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ 7-ാം ദിവസം അന്നേ പ്ലാൻ ചെയ്തു എങ്ങനെയെങ്കിലും കൊച്ചിനെ കൊല്ലണം. അങ്ങനെയാണ് രാവിലെ അവർ ഉണരുന്നതിന് മുന്നേ തന്നെ കുഴിച്ചിടാൻ വേണ്ടിയാണ് കുഴിയെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഈ അമ്മ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ കൊച്ചിനെ കാണാനില്ല. അങ്ങനെ ബാൽക്കണിയിൽ കൂടെ നോക്കുമ്പോൾ അവിടെ കുഴിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് അവർ കിടന്ന് അലറി വിളിക്കുന്നു. എന്നിട്ടും വിളിയൊന്നും കേൾക്കുന്നില്ല. പുള്ളിക്കാരനൊന്നും കേൾക്കുന്ന ഗോപാലൻ ഇങ്ങനെ കുഴിയെടുത്തുകൊണ്ടിരിക്കുന്നു. അവർ നോക്കുമ്പോൾ കൊച്ച് അവിടെ കെട്ടിയിട്ടിരിക്കുന്നു. അങ്ങനെ അവർ അതുവഴി വലിഞ്ഞ് കമ്പിയുടെ ഇടയിൽ കൂടെ നേരെ താഴെ ഇറങ്ങി കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടി. അപ്പോൾ ഗോപാലൻ കണ്ടിട്ട് അത് കൊച്ചിനെ എടുക്ക് എന്ന് തിരിച്ചുതാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ
തരില്ല, എനിക്ക് അവനെ വേണം എന്നുള്ള രീതിയിൽ പറയുകയും കൊച്ചിനെ പിടിക്കാൻ വേണ്ടി രണ്ടും കൂടെ പിടിവലി കൂടി അങ്ങനെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവിടെ ഇരുന്ന കറിക്കത്തി അടുക്കളയിൽ നിന്നെടുത്ത് സ്വന്തം ഭർത്താവിനെ തന്നെ കുത്തി. അങ്ങനെ പുള്ളി വീണപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അവനെ അത്രയ്ക്ക് സ്നേഹിക്കരുത്, ഒന്നിൽ 7 ദിവസത്തേക്കകത്ത് പൈസ കിട്ടും, പൈസ കിട്ടിക്കഴിഞ്ഞാൽ അവൻ മരിച്ചില്ലെങ്കിൽ നമ്മൾ മരിക്കും, അതിപ്പോൾ സംഭവിച്ചില്ലേ എന്നുള്ളത്. അവൾ സോറി എന്ന് പറഞ്ഞ് അങ്ങനെ കൊച്ച് പറഞ്ഞു അമ്മ സോറി എന്നുള്ള രീതിയിൽ. അതെന്തായാലും ഭർത്താവ് പോയി, നിന്നെ ദത്തെടുത്ത് കഴിഞ്ഞാൽ 7-ാം ദിവസം പൈസ കിട്ടും, പക്ഷേ മരിക്കുമെന്ന ആളല്ലേ, എന്നാലും ഞാനും പോകുന്നെന്ന് പറഞ്ഞ് അവരും തനിയെ കത്തി കൊണ്ട് കുത്തി അവരും മരിച്ചു. കൊച്ച് വീണ്ടും അനാഥനായി. ഇതാണ് കഥ. എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കഥയായിട്ട് ഞാൻ വീണ്ടും വരാം.